മനസ്സ് പിടി കിട്ടണില്ലേ എനിക്ക്. ചിലപ്പോൾ തോന്നും എന്നോട് ഇഷ്ടമാന്ന്, ചിലപ്പോൾ ഒക്കെ എൻ്റെ വെറും തോന്നലാന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു. എന്ത്? എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടമാന്ന്. എന്നിട്ടെന്താ? ഒന്നുമില്ല. ഞങ്ങൾ അമ്മയും മോളും ഫ്രണ്ട്സിനെ പോലെയാ, എല്ലാം തുറന്നു പറയും. എന്റെ വർത്തമാനം കേട്ടപ്പോ അമ്മ ഉറക്കെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയാ, വൺ സൈഡ് അല്ലല്ലോ എന്ന് തീർച്ചയാക്കാൻ. ഒരു വഴിയുണ്ട്. എന്താ അത്? ആ മനസ്സറിയാൻ പറ്റിയ ഒരാളുണ്ട്, റോമി ചേച്ചി. ഹായ്. ആ വന്നോ? ഇത്ര നേരമായിട്ടും കാണാതായപ്പോ വരില്ലാന്ന് വിചാരിച്ചു ഞാൻ. ഒന്നില്ലം വരെ പോയിരുന്നു. ശ്രീധരമാമയെ കണ്ട് അപ്പനുള്ള മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടാ വരണത്. അപ്പനെ വിശേഷിച്ച് വല്ലാണ്ട് വയലന്റ് ആകാൻ തുടങ്ങിയിരിക്കണു ഈയിടെയായി. വെള്ളം കുടിക്കാൻ കൊടുത്ത ഔട്ട് ഗ്ലാസ് എടുത്ത് അമ്മയുടെ നേർക്കൊരു ഏറുന്നല്ലേ. വേലായതല്ലേ അവിടെ? ഉണ്ടായില്ല, ചോറ് കൊണ്ട കൊടുക്കാൻ പോയതായിരുന്നു അമ്മ. ശിവ ശിവ, മരുന്നൊക്കെ മുടങ്ങാതെ കൊടുക്കാൻ പറയണം ആ വേലായുധനോട്. ഉപദ്രവിക്കാൻ പറ്റണ സാധനങ്ങളൊന്നും കയ്യെത്തനോടത്ത് വെക്കാതിരിക്കാൻ നോക്കണം. ഇത് തന്നെയാ ശ്രീധരമാമയും പറഞ്ഞത്. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രി കൊണ്ടുപോയി, 7 സ്റ്റിച്ചുണ്ട്. ഓ കഷ്ടായി. പഴുക്കാതെ നോക്കണം, പ്രത്യേകിച്ച് പ്രമേഹത്തിന്റെ അസ്കതയുള്ള ആളായതുകൊണ്ടേ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ. കവിത ട്യൂൺ ചെയ്തത്. ഹാവ് എന്റെ സേതു, എത്ര കാലായി തന്നിട്ട്. അമ്പല കമ്മിറ്റിക്കാർ ഇന്ന് ഇതിന്റെ പേരിൽ എന്നെ ഒന്ന് ചീത്ത പറയുകയും ചെയ്തു. സോറി. ഇതൊന്ന് മൂളി തന്നൂടെ സേതുവിന്? അത് ഭയങ്കര ജലദോഷമുണ്ട്, പിന്നെ ശബ്ദവും ശരിയല്ല. ശബ്ദത്തിന് ഒരു കുഴപ്പവും എനിക്ക് തോന്നണില്ല. വർത്താനം പറയുമ്പോ ഇല്ലായിരിക്കും, പാടുമ്പോ ശ്രുതി കിട്ടണില്ല. അതുകൊണ്ട് 2 ദിവസമായിട്ട് ക്ലാസ്സിനും പോയിട്ടില്ല. പോട്ടെ. ഗംഭീരായിരിക്കണു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇപ്പോ തികഞ്ഞൊരു ആദ്യാവസാന വേഷക്കാരനായി. കളി നന്നാവണമെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വേഷം നിർബന്ധമായിരിക്കണു. വെടുപ്പായിട്ടൊരു കളി കാണണമെന്ന് വെച്ചാ അത് ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ കളി മാത്രമേ ഉള്ളൂ. അതന്നെ, അത്രയും ഗംഭീരായി. എന്നാ അടുത്ത ആരെങ്കിലും കാണാം. എന്നാ ഞങ്ങള് ശരി. റോമി എന്താ ഇവിടെ? Onide കളി കാണാൻ. ഗുരുവിനെ കാണാതാക്കുമ്പോ അന്വേഷിച്ചു പറഞ്ഞാലോ ശിഷ്യ. You are avoiding me these days. Avoid ചെയ്യേ? Yes. മലയാളം പഠിപ്പിക്കാൻ വരണില്ല. ഒരുവിധമൊക്കെ പഠിച്ചില്ലേ? ഒരുവിധം പോരല്ലോ. ഇത്തിരി തിരക്കായിരുന്നു റോമി. ഇല്ലത്തും അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. ഉണ്ണിയുടെ ഹൗസിലേക്കും കൊണ്ടുപോയാ റുമീല ഇരുവാറ്. വാ. മദാമേ മലയാളം പഠിപ്പിച്ച് കുടുങ്ങി പോവല്ലോ എന്റെ ഉണ്ണിയാമ്പൂരി. ആയിക്കോട്ടെ, അയാൾക്കും വേണ്ടേ ഇത്തിരി നേരം പോക്ക്. യോഗം